ഹലോ, മാജിക് സ്റ്റെയർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം തുടങ്ങി. അപ്പോൾ വേനൽക്കാലത്ത് ചെയ്യേണ്ട പോലത്തെ ചെറിയ 3 സയൻസ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെപ്പോഴും ഭയങ്കര ചൂടല്ലേ. അപ്പോൾ വേനൽക്കാലം അവിടെ ആവണമെന്നില്ല. നല്ല ചൂടുള്ള ഏതൊരു ദിവസത്തിലും നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് കുട്ടികളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണ പരീക്ഷണം ഡ്രാഗണിന്റെ വായിൽ നിന്ന് തീയും പുകയും ഉണ്ടാക്കുക. രണ്ടാമത്തെ പരീക്ഷണം ചൂടും കളറും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുക എന്നാണ്. അപ്പോൾ ഒരു കറുത്ത മാർക്കർ ഉപയോഗിച്ചിട്ട് ഒരു ഡ്രാഗണിനെ വരച്ചോളൂ. നമുക്കതിൽ എങ്ങനെയാണ് പുക ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ വെളിയിൽ വന്നിരിക്കുകയാണ്. ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് തീ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഭൂതക്കണ്ണാടി എടുത്തിട്ടുണ്ട്. ഈ ഭൂതക്കണ്ണാടി കുട്ടികളുടെ ടോയ്സിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ സാധനമാണ്. ഏതാണെങ്കിലും ഇതുപോലത്തെ കണ്ണാടി വർക്കാവും. അപ്പോൾ ഇതിനെ ഭൂതക്കണ്ണാടിയെ ആദ്യം കുറച്ച് മുകളിലും താഴെയുമാക്കി നീക്കി നോക്കുക. അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ ആ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതിൻ്റെ അടയാളം താഴെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കുറച്ച് മേലെയും താഴെയാക്കി നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ സൂര്യൻ്റെ എല്ലാ പ്രകാശവും കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ പോയി ഒരു ബ്രൈറ്റായ സ്പോട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ. ഇതിനെ ബ്ലാക്ക് സ്ഥലത്ത് കാണിക്കുമ്പോഴേക്കും പുക വരുന്നത് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലാക്ക് നല്ലോണം ചൂട് അബ്സോർബ് ചെയ്യും ജാസ്തി. അപ്പോൾ ഇതൊരു ബ്ലാക്ക് പേപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കും. യെസ്, എൻ്റെ കുട്ടി കാലൊന്നും എടുക്കണേ. യെസ്, it will come. We just wait and watch. This is so cool. It looks like a dragon breathe fire. വേനൽക്കാലം തുടങ്ങി. വേനൽക്കാലത്ത് ഭയങ്കര ഡാർക്ക് കളർ ഡ്രസ്സുകൾ ഇടണ്ടെന്ന് പറയും. കാരണം ഭയങ്കര വിശർക്കുന്നല്ലേ. അപ്പോൾ പല നിറങ്ങളും പല രീതിയിലാണ് ചൂട് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടികളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ ആക്ടിവിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ പല നിറത്തിലുള്ള കൺസ്ട്രക്ഷൻ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഐസ് ക്യൂബും. ഏത് ഐസ് ക്യൂബ് ഏത് പേപ്പറിൽ വെക്കുമ്പോൾ ജാസ്തി മെൽട്ടാവണോ നമുക്ക് നോക്കിയാൽ ഏത് കളറാണ് ജാസ്തി ചൂട് എടുക്കണമെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് നമ്മുടെ ഇത് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. Good. Yeah, let's put the ice on them, right? സെന്ററിൽ വെക്കും. Okay. Put in the ice. Feels so cool. And refreshing. Let's see which one melts faster, okay? that in the purple it melted fast, and also the black and yellow construction paper
but the blue and white melted last. ഇടത് ഭാഗത്ത് കാണുന്നത് നമ്മൾ പ്രവചിച്ചതാണ്, വലത് ഭാഗത്ത് കാണുന്നത് നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ പ്രവചനവും റിസൾട്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പ്രവചിച്ചപ്പോൾ ആദ്യം കറുത്ത നിറവും പർപ്പിൾ നിറത്തിലുള്ള ഐസ് ക്യൂബുകളാണ് മെൽട്ടാവുക എന്ന് വിചാരിച്ചു. പിന്നെ വൈറ്റാണ് ലാസ്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയപ്പോൾ എന്താണ്, ആദ്യം പർപ്പിളത്തെ ഐസ് ക്യൂബാണ് മെൽട്ടായിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെച്ചിരിക്കുന്ന കറുത്ത പേപ്പർ ആക്ച്വലി കറുപ്പായിട്ടില്ല, അതൊരു ഗ്രേ കളറാണ്, അതിനേക്കാട്ടിലും ഡാർക്ക് പർപ്പിളാണ്. അതുകൊണ്ടായിരിക്കണം പർപ്പിളിലത്തെ ഐസ് ക്യൂബ് ആദ്യം മെൽട്ടാവാനുള്ള കാരണം. സയൻസ് എന്ന് പറയുന്നത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരീക്ഷണം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച ഇനിയൊരു എക്സ്പെരിമെൻറ്റുമായി ഞങ്ങൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.